പ്രായത്തിൽപ്പെട്ട ജാതി മതഭേദമന്യേ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ സ്റ്റഡീസ് ഇവിടെ നോമ്പ് തുറന്ന് നടത്തുമ്പോൾ അത് ഏതർത്ഥത്തിലും അത് വളരെ ഹൃദ്യമായ ഒരു ചടങ്ങ് തന്നെയാണ്. മതവിഭാഗങ്ങളിലും നോമ്പിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ശബരിമല പോകുമ്പോൾ മാല ഇടാറുള്ളത് ഒരു തരത്തിലുള്ള നോയമ്പാണ്, ഒരു തരത്തിലുള്ള ആത്മനിയന്ത്രണമാണ്. അതുപോലെ തന്നെ ഏകാദശി വ്രതത്തിന് പാപങ്ങൾ കഴുകിക്കളയാൻ നോമ്പെടുക്കുമ്പോൾ അതും ഒരു തരത്തിലുള്ള ആത്മനിയന്ത്രണമാണ്. അതുപോലെ തന്നെ നവരാത്രി വ്രതം, അതും ഒരു അക്ഷരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വ്രതം വരുന്നത്, അറിവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ വ്രതം വരുന്നത്. നല്ലത് മാത്രം കാണാൻ, നല്ലത് മാത്രം കേൾക്കാൻ, നല്ലത് മാത്രം മൊഴിയാൻ, നല്ലത് മാത്രം ചിന്തിക്കാനുള്ള പരിശീലനം. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ പോലും മാറ്റിവെക്കുക, മനുഷ്യ സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യുക, സാക്രിഫൈസ്. ഇതാണ് നോമ്പിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പണി. ദൈവം അനുവദിച്ചത് പോലും മാറ്റിവെക്കുക. ഈ അർത്ഥത്തിൽ 3 തലങ്ങളുള്ള ഒരു ആരാധന കൂടിയാണ് നോമ്പ്. എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ആ വേദഗ്രന്ഥങ്ങൾ, അതിൽ ഖുർആനുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുന്ന ഗ്രന്ഥം കൂടിയാണ്. അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ, ഇത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. ഉപനിഷത്ത് വാക്യം, ഭാരതീയ സംസ്കൃതിയിൽ ഉപനിഷത്തുകൾ, നമ്മൾ സാധാരണക്കാർ ഉപനിഷത്തുകളൊന്നും കാണാറില്ല. അതൊക്കെ ശരിക്കും അത് ആഴത്തിനത് അത് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സാദൃശ്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അപ്പൊ അസത്തോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്. തമസോമ ജ്യോതിർഗമയ, തമസ് അന്ധകാരം, തിന്മകൾ, മൂല്യച്യുതികൾ, ഇതിൽ നിന്ന് പ്രകാശത്തിലേക്ക്. ഇത് ഖുർആൻ പറഞ്ഞത് മിനൽ ഉലുമാതി ഇലൻ നൂർ. ഒന്ന് സംസ്കൃതം, ഒന്ന് അറബിക്. രണ്ടും ഒരേ മൂലത്തിൽ നിന്ന്, ഒരേ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന 2 ഭാഷകളാണ്. മിനൽ ഉലുമാതി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. മനുഷ്യ ഹൃദയത്തിൽ, മനുഷ്യ സമൂഹത്തിൽ വെളിച്ചം, നന്മയുടെ വെളിച്ചം നൽകിയ വേദഗ്രന്ഥങ്ങളാണ്. അതിലൊരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നമ്മുടെ ഗുരുജനങ്ങളോട് ചെയ്ത, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കാണിച്ച കരുണ അല്ലാഹു ജീവിതാവസാനം വരെ നമ്മുടെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഷ്കറിനെ കൂടാതെ എ മുഹമ്മദ് ഹുസൈൻ സെയ്ദ്, അൽ അമീൻ, ഷെരീഫ്, എൻ അൻസാരി, സജി ദേവി, MC അശോക് കുമാർ, S രാജശേഖരൻ, അനൂപ് തുടങ്ങിയവരും സംസാരിച്ചു. പള്ളിയിൽ ബാങ്കുവിളി മുഴങ്ങിയതോടെ പ്രാർത്ഥനയോടെ ഏവരും ഈന്തപ്പഴം കഴിച്ച് പാനീയം കുടിച്ച് നോമ്പ് തുറന്നു. തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ശരീരം വൃത്തിയാക്കി നിസ്കരിക്കാനായി പോയി. നിസ്കാരത്തിനായി സ്ത്രീകൾക്കും പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു.
പരസ്പരം അറിയാനും അടുക്കാനും സൗഹൃദങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കാനുമുള്ള വേദി കൂടിയായി ഈ സംഗമം. കല്ലാട്ടുനഗർ 47F ദാറുൽ സുറൂർ വീട്ടിൽ നടന്ന ഈ ഒത്തുകൂടൽ എന്തുകൊണ്ടും ഏറെ ശ്രദ്ധേയമായി. എല്ലാവർക്കും സ്നേഹപൂർവ്വം അകംപുറത്തിൻ്റെ റംസാൻ ആശംസകൾ.